കുറച്ചു കാലങ്ങളായി ചില ആളുകൾ തിരയുന്ന തിരക്കിലായിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, പുരുഷാധിപത്യം നിലനിൽക്കുന്നു എന്ന് വാദിച്ച സ്വതന്ത്ര ചിന്താവാദികൾ മതമല്ല, മനുഷ്യനും മനുഷ്യത്വമാണ് നാം പരിഗണിക്കേണ്ടത് എന്ന് സ്റ്റേജ് കെട്ടി ജനങ്ങളെ കബളിപ്പിച്ച നിരീശ്വരവാദികൾ, യുക്തിബോധമില്ലാത്ത യുക്തിവാദികൾ ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നു. പ്രതിഷേധം ശക്തമായ ഖേദം പ്രകടിപ്പിച്ച് ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാവരെയും ദുഃഖത്തിലാക്കിയ ഫലസ്തീനികളോടുള്ള ക്രൂരതയും അവരനുഭവിക്കുന്ന പീഡനങ്ങളും ഇവർ കണ്ടില്ല, ഇവർ കാണുകയുമില്ല. ഇവർക്ക് വേണ്ടത് മറ്റു ചിലതാണ്. പെണ്ണിന്റെ ശീലയുടെ വലിപ്പത്തെക്കുറിച്ച് ചർച്ച ചെയ്തവരാണ്. ഉടുതുണിയില്ലാത്ത, തലചായ്ക്കാൻ ഒരു ചായ്പ് പോലും ഇല്ലാത്ത പീഡിതരായൊരു സമൂഹത്തെ ഇവർ കാണുന്നില്ലല്ലോ. ആഹാര സ്വാതന്ത്ര്യമില്ലാത്തവരാണ് മുസ്ലിമീങ്ങൾ എന്ന് അവഹേളിക്കുവാൻ കാണിച്ച ആർജവം അന്നം മുടക്കികളായവരെ തുറന്നു കാട്ടാൻ കണ്ടില്ലല്ലേ. മതവെറിയന്മാർ എന്ന വെറുപ്പിന്റെ പട്ടം ചാർത്തുവാനുള്ള തിടുക്കം കലാപകാരികളായ യുദ്ധവെറിയന്മാരായ കാട്ടാളന്മാരായ തെമ്മാടിക്കൂട്ടത്തെ, ഇസ്രായേലിനെ തുറന്നു കാണിക്കാൻ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടത് മറ്റു ചിലതാണ്. ഇസ്ലാം മത വിശ്വാസത്തോടും വിശ്വാസികളോടുമുള്ള നിങ്ങളുടെ വെറുപ്പുകൾ സമ്പാദന മാർഗമാക്കി മറ്റുള്ളവരുടെ ചില ആളുകളുടെ പ്രീതിക്കു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളാണ്. നാടിന്റെയോ നാട്ടാരുടെയോ സമൂഹത്തിന്റെയോ മൂല്യങ്ങളെയല്ല നിങ്ങൾ മുഖ്യമായി കാണുന്നത്, മറിച്ച് ഭിന്നിപ്പിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന കുതന്ത്രമാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്.